വേണുഗോപാലിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ വസതിക്ക് മുന്നിൽ ഫ്ലക്സ്. കൂടുതൽ വിവരങ്ങളുമായി ബിൻരാജ് ഉണ്ട്. ബിൻരാജ്, കേരളം വിട്ട് ഇപ്പോൾ ദില്ലിയിലേക്കും ഫ്ലക്സ് എത്തിയിരിക്കുന്നു. എന്താണ് ഇതിൽ പറയുന്നത്? ശാലി, അതാണ് ഇപ്പോൾ മല്ലികാർജുൻ ഖർഗെയുടെ വസതിയിൽ ഈ നിരീക്ഷകർ ഇത്തരത്തിൽ യോഗം മല്ലികാർജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ഫ്ലക്സ് പുറത്ത് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും ആ ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ KC വേണുഗോപാൽ ജനവിധിയെ മാനിക്കണം, ചോറ് കഴിക്കുന്ന ഒരു മലയാളി നയിച്ചവൻ നയിക്കട്ടെ. അതായത് VD സതീശന് അനുകൂലമായിട്ടാണ് ഈ ഫ്ലക്സ് എന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ തന്നെ വായിക്കുമ്പോൾ മനസ്സിലാകും. ചോറ് കഴിക്കുന്ന ഒരു മലയാളി, അദ്ദേഹം വെച്ച ആൾ ഇവിടെ ഉണ്ട്. എന്താണ് പേര്? എന്റെ പേര് ശ്രീജയ്. എന്റെ സ്വദേശം കല്യാശ്ശേരിയാണ്, കണ്ണൂരാണ്. KCയുടെ നാട്ടുകാരനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലക്സ് വെക്കാൻ കാരണം? ഫ്ലക്സ് വെക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജനത്തിന്റെ വികാരമാണ്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വർഷം KC മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ടല്ല, VD സതീശൻ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും കോൺഗ്രസിന് വേണ്ടി പോയിട്ടുള്ളത്. അപ്പൊ ഇപ്പം നടക്കുന്ന ചർച്ചകൾ പ്രകാരം ഒരുപക്ഷെ KC ആയിരിക്കും മുഖ്യമന്ത്രിയാവാൻ പോകുന്നത്. പക്ഷെ അതൊരിക്കലും ഒരു ജനത്തിന്റെ മാൻഡേറ്റ് അല്ല. ജനങ്ങൾക്ക് ആവശ്യം VD സതീശൻ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടും ഒരു പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായിട്ടും അദ്ദേഹത്തിന് ഒരു ഷോ ഓഫ് സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലെക്സ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഖർഗെയുടെ വസതിക്ക് മുമ്പിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള കാരണം അല്ല, എല്ലാ മീഡിയക്കാരും ഇവിടെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണ് ബാക്കിയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടത്തേക്ക് തന്നെ വന്നത്. അതെ, എന്താണ് ഈ KC ഇപ്പം MLA-മാരുടെ പിന്തുണയൊക്കെയാണ് അവകാശപ്പെട്ട് ഏതായാലും നിൽക്കുന്നത്. അപ്പോൾ അതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നത്. അപ്പോൾ അതൊന്നും വിഷയമല്ലെന്നാണോ താങ്കൾ പറയുന്നത്? വിഷയം എന്നല്ല, നമ്മൾ ഒരിക്കലും പാർട്ടി MLA-മാര് പറയുന്ന കാര്യമല്ലല്ലോ എടുക്കേണ്ടത്. എപ്പോഴും ജനങ്ങളുടെ ഒരു മാൻഡേറ്റിനാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ പാർട്ടിക്കാർക്ക് അല്ലെങ്കിൽ MLA-മാർക്ക് കിട്ടിയിട്ടുള്ള മുഴുവൻ വോട്ടും ആ MLA-ക്കോ പാർട്ടിക്കോ കിട്ടിയാണെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ പോയിട്ട് വോട്ട് ചെയ്ത കണ്ണൂർ, ഞാൻ ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ അദ്ദേഹം കല്യാശ്ശേരിയുള്ള MLA-ക്കല്ല വോട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ പ്രതിഷേധം വരും ദിവസങ്ങളിൽ തുടരും. ആര് മുഖ്യമന്ത്രിയാണോ എന്നാണ് താല്പര്യം? ഉറപ്പായിട്ടും VD സതീശൻ, അതിലൊരു സംശയമില്ലല്ലോ. അതാണ്. അപ്പൊ ശാലി, ഇതാണ് VD സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് താല്പര്യപ്പെടുന്നതാണ്. ആ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് KC വേണുഗോപാലിനെതിരെ മല്ലികാർജുൻ ഖർഗെയുടെ വസതിക്ക് മുമ്പിൽ ഫ്ലക്സ് വെച്ചിരിക്കുന്നു. ലേശം ഉളുപ്പ് ബാക്കിയുണ്ടെങ്കിൽ KC വേണുഗോപാൽ ജനവിധിയെ മാനിക്കണമെന്നാണ് ആവശ്യം.